നിങ്ങൾ മറ്റുള്ളവരുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ്. അവരിൽ നിന്ന് ഒരു ചെറിയ വാക്ക് കേട്ടാൽ മാത്രം മതി, തകർന്നു പോവുകയും ചെയ്യും. അടുത്ത തവണയെങ്കിലും ആ വ്യക്തി മാറുമെന്ന് ഓരോ തവണയും ആഗ്രഹിച്ച് അതേ മുറിവ് വീണ്ടും ഹൃദയത്തിൽ വെച്ച് നിങ്ങൾ സ്വയം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കായി എല്ലാം ത്യജിക്കുമെന്ന് കരുതിയവർ തന്നെ എന്തിനാണ് നിങ്ങളെ വീണ്ടും വീണ്ടും ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചില മുഖങ്ങൾക്ക് നിങ്ങളുടെ ചിരിയിൽ പോലും ഒരു കുറവ് കണ്ടെത്താൻ കഴിയുന്നത്? നിങ്ങളുടെ മനസ്സു തുറന്ന സംസാരത്തിൽ പോലും അവർക്കൊരു കുറ്റം കണ്ടെത്താൻ സാധിക്കുന്നത്? നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ഒരു തരിമ്പും താല്പര്യമില്ലാത്തവർക്ക് നിങ്ങളെ പതിയെ പതിയെ തകർക്കുന്നത് ഒരു ശീലമാണ്. അവർക്ക് അത് വെറുമൊരു നേരമ്പോക്കായി മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ആളുകളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അപകടകാരികൾ. അവർ നിങ്ങളെ ഒരിക്കലും നേരിട്ട് വേദനിപ്പിക്കില്ല. പകരം നിങ്ങളുടെ ആത്മാവിനെ പതിയെ പതിയെ തളർത്തി നിങ്ങൾ പഴയ ആളല്ലെന്നും ഉള്ളിൽ തകർന്നുപോയെന്നും സ്വയം തിരിച്ചറിയാനാകാത്ത ഒരവസ്ഥയിലേക്ക് അവർ നിങ്ങളെ കൊണ്ടെത്തിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, കുറച്ചുകൂടി മുന്നോട്ടു പോയാൽ ഒരുപക്ഷെ എല്ലാം ശരിയാകുമെന്ന്. പക്ഷേ ഓരോ തവണയും ഒന്നും ശരിയാകാറില്ല. പകരം നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മനസ്സമാധാനം, ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒന്ന്. ആരെങ്കിലും നിങ്ങളുടെ മനസ്സമാധാനം വീണ്ടും വീണ്ടും കവർന്നെടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ. ആ വ്യക്തി ആരായാലും അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഗൗതമ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിനെ കീഴടക്കുന്നത് ആയിരക്കണക്കിന് യുദ്ധങ്ങൾ ജയിക്കുന്നതിനേക്കാൾ വലിയ വിജയമാണെന്ന്. എന്നാൽ നിങ്ങൾക്കൊപ്പം ജീവിക്കുന്നവർ ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിനെ തോൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വളർച്ച ഒരിക്കലും നടക്കില്ല. ഒരു ചെറിയ ഉദാഹരണം എടുക്കുക. നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടമാണെന്ന് കരുതുക. നിങ്ങൾ ഓരോ ദിവസവും അതിൽ നല്ല ചിന്തകളുടെയും കഠിനാധ്വാനത്തിന്റെയും സത്യസന്ധതയുടെയും വിത്തുകൾ വിതയ്ക്കുന്നു. എന്നാൽ ആരെങ്കിലും ഓരോ ദിവസവും വന്ന് അതിൽ വിഷം തളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പൂന്തോട്ടത്തെ രക്ഷിക്കാൻ കഴിയുമോ? അതോ ഇല്ലയോ? അപ്പോൾ പിന്നെ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് പിന്നെയും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകൾക്ക് സ്ഥാനം നൽകിയിരിക്കുന്നത്? അവർ ഓരോ ദിവസവും നിങ്ങളുടെ ഉള്ളിന്റെയുള്ളിൽ വിഷം കലർത്തുകയാണ്. നിങ്ങളുടെ സന്തോഷങ്ങളെ പരിഹസിക്കുന്ന ആ സുഹൃത്തുക്കൾ, നിങ്ങളുടെ എല്ലാ ജോലികളെയും ചെറുതാക്കി കാണിക്കുന്ന ആ ബന്ധുക്കൾ, നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുന്ന ആ കൂട്ടുകാർ, ഇവരെല്ലാം വിഷം പോലെയാണ്, പതിയെ പതിയെ പ്രവർത്തിക്കുന്ന നല്ല കൊടും വിഷം. സമയബന്ധിതമായി അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നില്ലെങ്കിൽ പിന്നീട് ഖേദം മാത്രമേ അവശേഷിക്കൂ, ഒരു വലിയ ഖേദം. ഒറ്റയ്ക്കിരുന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം സ്വന്തമാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും ലോലമായ കോണിൽ അത് വളർന്നു വലുതായതാണ്. എന്നിട്ടും ചിലർ അതൊരു കളിപ്പാട്ടമാണെന്ന് കരുതി ആ സ്വപ്നത്തെ വളരെ എളുപ്പത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ കണ്ണുകളിൽ ഒരു തിളക്കത്തോടെ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ മുന്നിലിരിക്കുന്നവർ ഒരു തമാശ കേട്ട ഭാവത്തിൽ ചിരിക്കും. നിങ്ങളുടെ സ്വപ്നം വെറും ഭ്രാന്താണെന്ന് പറയുന്നത് പോലെ അവർ പറയും, നിനക്കിതൊന്നും നടക്കില്ല, ഇത് നിന്റെ കഴിവിനപ്പുറമാണ്. സ്വപ്നം കാണുന്നത് നിർത്തി യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കാൻ പഠിക്ക് എന്നൊക്കെ. സ്വപ്നങ്ങൾ കാണുന്നത് നിങ്ങളായിരിക്കാം, പക്ഷേ അവയെ കളിയാക്കുന്നത് നിങ്ങളുടെ സ്വന്തമെന്ന് കരുതുന്നവരോ കൂട്ടുകാരോ ആകുമ്പോൾ ആത്മവിശ്വാസം പതിയെ ഇല്ലാതാകാൻ തുടങ്ങും. പലപ്പോഴും ആഴത്തിലുള്ള മുറിവുകൾ നൽകുന്നത് നമ്മൾ ഏറ്റവും അടുപ്പം തോന്നുന്നവരിൽ നിന്നാണ്. ഒരു കുട്ടി നടക്കാൻ ശ്രമിക്കുമ്പോൾ വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ സ്വപ്നങ്ങളും. ആ സമയത്ത് നിനക്ക് നടക്കാൻ കഴിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിക്ക് നടക്കാൻ സാധിക്കുമായിരുന്നോ? അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അസാധ്യം എന്ന പേര് നൽകി നിങ്ങളെ തന്നെ തോൽവി സമ്മതിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില തന്ത്രശാലികളായ ആളുകളുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരുപക്ഷെ അവർ പറഞ്ഞത് ശരിയായിരുന്നിരിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയും പറന്നുയരാൻ കൊതിച്ച നിങ്ങളുടെ ഉള്ളിലെ ആ കൊച്ചുകുട്ടി നിശബ്ദനാകുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ആവേശത്തെയും ഒരുതരം ഉറക്കത്തിലേക്ക് തള്ളിവിടും. അവിടെ നിന്ന് ഉണർന്നെഴുന്നേൽക്കാൻ പ്രയാസമായിരിക്കും. ഗൗതമ ബുദ്ധൻ പറഞ്ഞതുപോലെ, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെയായി തീരും എന്നാണെങ്കിൽ ചുറ്റുമുള്ളവർ നിങ്ങളുടെ ചിന്തകളെ താഴ്ത്തിക്കെട്ടുമ്പോൾ അവ ഭയപ്പെടാൻ തുടങ്ങുന്നു. ഭയം ഏതൊരു സ്വപ്നത്തിന്റെയും ഏറ്റവും വലിയ ശത്രുവാണ്. മനഃശാസ്ത്രം പറയുന്നത് ഒരു വ്യക്തിയുടെ ചിന്തകളാണ് അയാളുടെ സ്വഭാവത്തെയും ഭാവിയെയും നിർണയിക്കുന്നതെന്ന്. നിങ്ങളുടെ ചിന്തകളെ ആരെങ്കിലും നിരന്തരം വേദനിപ്പിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ഭാവിയെക്കൂടിയാണ് നശിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ആളുകൾ കാരണമാണ് ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ സ്വപ്നങ്ങളെ പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നത്. സ്വപ്നം തെറ്റായിരുന്നു എന്ന് അവർക്ക് തോന്നിയിരിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റ് നിങ്ങളെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ആളുകൾക്കാണ്. വിജയിച്ച ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും അവരുടെ സ്വപ്നങ്ങളെ ആളുകൾ കളിയാക്കുന്ന ഒരു ഘട്ടം വരും. പക്ഷേ അവർ അത് കേൾക്കുമെങ്കിലും വിശ്വസിക്കില്ല. അവർ സ്വന്തം ആത്മവിശ്വാസത്തെയും ചിന്തകളെയും വിശ്വാസങ്ങളെയും മറ്റുള്ളവരുടെ പരിഹാസത്തിന് വിട്ടുകൊടുക്കില്ല.
നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുന്നവർ നിങ്ങൾക്ക് യോഗ്യരല്ലെന്ന് എപ്പോഴും ഓർക്കുക. അവരെ മനസ്സിലാക്കാൻ സമയം കളയരുത്. കാരണം ചെറിയ ചിന്തകളുള്ളവർക്ക് മറ്റുള്ളവരുടെ വലിയ സ്വപ്നങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വില നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അത് വെറുമൊരു ഫാഷൻ മാത്രമാകില്ല, നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദമാണത്. ആരെങ്കിലും നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദത്തെ കളിയാക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ യോഗ്യനല്ലെന്ന് മനസ്സിലാക്കുക. നിങ്ങളെ പറന്നുയരാൻ പ്രോത്സാഹിപ്പിക്കുന്നവരെ മാത്രം നിങ്ങളുടെ ചുറ്റും നിർത്തുക, അല്ലാതെ നിങ്ങളുടെ ചിറകുകൾ പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരെയല്ല. ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ ഉപേക്ഷിച്ചാൽ ലോകത്തിന് ഒന്നും നഷ്ടപ്പെടില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കണ്ണിൽ നോക്കാൻ കഴിയാതെ വരും. ആ പശ്ചാത്താപം വളരെ വലുതായിരിക്കും. ചില മുഖങ്ങൾ വളരെ മധുരമുള്ളതായി തോന്നും, എന്നാൽ അവരുടെ യഥാർത്ഥ അത്യാഗ്രഹം നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കുന്നതുവരെ മാത്രം. ചില ബന്ധങ്ങൾ വളരെ സ്വന്തമെന്ന് തോന്നും, പക്ഷേ അത് അവരുടെ ആവശ്യം കഴിയുന്നതുവരെ മാത്രം. ചില ആളുകൾ ജീവിതത്തിൽ ചായയിൽ പഞ്ചസാര കലരുന്നതുപോലെ അലിഞ്ഞുചേരും, എന്നാൽ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ലാത്ത പോലെ അപ്രത്യക്ഷരാകും. ഒന്ന് ഹൃദയം തുറന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ദുരിതങ്ങളിൽ എപ്പോഴും തിരക്കിലാണെന്ന് ഭാവിക്കുന്ന, പക്ഷേ നിങ്ങളുടെ വിജയത്തിൽ ഒറ്റയടിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന, ആവശ്യമുള്ളപ്പോൾ മാത്രം ഓടിയെത്തുന്ന, കാര്യം കഴിഞ്ഞാൽ ഒരു നന്ദി പോലും പറയാതെ മറയുന്ന ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോളൂ, അയാൾക്ക് നിങ്ങൾ വെറുമൊരു ഉപകരണം മാത്രമാണ്, ഒരു ഉപാധി മാത്രം. ചില ആളുകളുണ്ട്, അവർക്ക് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി എന്തു വഴിയും തേടുന്നവർ. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ സൗഹൃദം എന്നത് വെറുമൊരു കച്ചവടം മാത്രമാണ്. നിങ്ങളുടെ വികാരങ്ങളെ അവർക്ക് നല്ലതായി തോന്നുന്നത് അത് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നിടത്തോളം കാലം മാത്രം. നിങ്ങളുടെ സമയവും അധ്വാനവും വിശ്വാസവുമെല്ലാം അവർക്ക് സൗജന്യമായ ഒരു സേവനം പോലെയാണ്. ഏറ്റവും ദുഃഖകരമായ കാര്യം എന്തെന്നാൽ ഇതെല്ലാം നന്നായി അറിയാമായിരുന്നിട്ടും നമ്മൾ ചിരിച്ചുകൊണ്ട് അവരെ നമ്മുടെ സ്വന്തമെന്ന് കരുതുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ അമിതമായി നല്ലവരായതുകൊണ്ടാണോ? അതോ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം നമ്മളെ അതിന് പ്രേരിപ്പിക്കുന്നതാണോ? ഗൗതമ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ആരിൽ നിന്നാണോ വീണ്ടും വീണ്ടും വേദന ലഭിക്കുന്നത് അവനിൽ പ്രതീക്ഷ വയ്ക്കുന്നത് സ്വയം പീഡിപ്പിക്കുന്നതിന് തുല്യമാണെന്ന്. അതായത് നിങ്ങളെ നിരന്തരം വേദനിപ്പിക്കുന്ന ഒരാളിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിക്കാനില്ലെന്നർത്ഥം. ബുദ്ധൻ ഇതും കൂട്ടിച്ചേർത്തു, ആരാണോ സ്വന്തം സ്വാർത്ഥം മാത്രം കാണുന്നത് അവൻ മറ്റുള്ളവരുടെ ആത്മാവിനെ ഊറ്റിയെടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത്തരം ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം പതിയെ പതിയെ ഇല്ലാതാക്കും. നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ഊർജത്തെയും പുഞ്ചിരിയെയും എല്ലാം പതിയെ അവരുടെ സ്വാർത്ഥതയുടെ ഭാരത്താൽ അടിച്ചമർത്തപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് സ്വയം നഷ്ടപ്പെടുന്നത് പോലും ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ പോകാം. ഇത് എത്രമാത്രം വേദനാജനകമാണെന്ന് ഓർക്കുക. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരാളെ ഒരു നിബന്ധനയുമില്ലാതെ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഒരത്യാവശ്യം വന്നപ്പോൾ അവർ മുഖം തിരിച്ചുപോയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആരോടെങ്കിലും മനസ്സു തുറന്ന് സംസാരിച്ചിട്ട് അവർ നിങ്ങളുടെ വാക്കുകളെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു തമാശയാക്കിയിട്ടുണ്ടോ? നിങ്ങൾ സ്വയം പ്രാധാന്യം നൽകാതെ മറ്റൊരാൾക്ക് മുൻഗണന നൽകിയിട്ട് അവരുടെ ഊഴം വന്നപ്പോൾ അവർ നിങ്ങളെ പിന്നിലേക്ക് തള്ളിയിട്ടുണ്ടോ? ഇത്തരം ആളുകളെ തിരിച്ചറിയുക. ഇവരാണ് സ്വന്തം ലാഭം മാത്രം നോക്കി ജീവിക്കുന്നവർ. ഇവർ സൗഹൃദം സ്ഥാപിക്കുകയല്ല, കച്ചവടം നടത്തുകയാണ് ചെയ്യുന്നത്. ഇവർ ബന്ധങ്ങൾ നിലനിർത്തുന്നവരല്ല, മറിച്ച് മറ്റുള്ളവരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് താൽപ്പര്യങ്ങൾ പൂർത്തിയാകുന്നതുവരെ മാത്രമേ അവർ നിങ്ങളുടെ കൂടെ നിൽക്കൂ. അവർക്ക് മറ്റൊരു വഴി തുറന്നു കിട്ടിയാൽ ഒരു ഖേദവുമില്ലാതെ തിരിഞ്ഞു നോക്കാതെ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകും. മനോവിജ്ഞാനം പറയുന്നത് സ്വയം താൽപ്പര്യമുള്ള ആളുകൾക്ക് അമിതമായ അവകാശബോധമുണ്ടെന്നാണ്. അതായത് ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും, എല്ലാ മനുഷ്യരും, എല്ലാ വികാരങ്ങളും തങ്ങളുടെ സൗകര്യത്തിനും ലാഭത്തിനും വേണ്ടിയാണെന്ന് അവർക്ക് തോന്നും. അവർക്ക് ഒരിക്കലും കുറ്റബോധം തോന്നില്ല, കാരണം അവരുടെ ഉള്ളിൽ സ്നേഹത്തിനു പകരം ആവശ്യം എന്ന വികാരമാണ് കുടിയിരുത്തിയിരിക്കുന്നത്. ഈ ആളുകൾക്ക് തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി നിഷ്കളങ്കരെന്ന് ഭാവിച്ചു പെരുമാറാനും നന്നായി അറിയാം. അവർ പറയും, നീ സ്വയം സഹായിച്ചതല്ലേ എന്ന്. തങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് അവർ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ സത്യമിതാണ്, അവരുടെ ഓരോ ചിരിയും ഓരോ അടുപ്പവും ഓരോ വാക്കും സ്വാർത്ഥമായ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് നയിക്കുന്നത്. നിങ്ങൾ ഇത്തരം ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ ഹൃദയവും ആത്മാവും പൂർണ്ണമായും തളർന്നുപോകും. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുകയും പിന്നീട് എല്ലാ നല്ല മനുഷ്യരെയും സംശയത്തോടെ നോക്കാൻ തുടങ്ങുകയും ചെയ്യും. ഏറ്റവും അപകടകരമായ കാര്യമെന്തെന്നാൽ ഇവരിൽ നിന്ന് രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമല്ല എന്നതാണ്. കാരണം അവർ വൈകാരികമായ കെണികൾ ഒരുക്കുകയും ഒരുപക്ഷെ തെറ്റ് നിങ്ങളുടേതായിരുന്നു എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുകയും ചെയ്യും. പക്ഷേ നിൽക്കൂ, നിങ്ങൾക്കൊരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. അത് സ്വയം രക്ഷിക്കാനുള്ള തീരുമാനമാണ്. നിങ്ങളുടെ ഊർജവും സമയവും ഹൃദയവും ഒരു നിബന്ധനയുമില്ലാതെ നിങ്ങളെ പിന്തുണയ്ക്കുന്നവർക്കായി മാത്രം മാറ്റിവെക്കുക.
അല്ലാതെ നിങ്ങളെ ചൂഷണം ചെയ്യുന്നവർക്കായിട്ടല്ല അത് ഉപയോഗിക്കേണ്ടത്. ഓർക്കുക, ജീവിതം വളരെ ചെറുതാണ്. ഓരോ തവണയും നിങ്ങളെ ഉപയോഗിച്ച് കടന്നുപോകുന്നവർക്കായി നിങ്ങളുടെ വികാരങ്ങളും വിലപ്പെട്ട സമയവും ചെലവഴിക്കാൻ ജീവിതം വളരെ ചെറുതാണ്. ആരെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ ആ മാറ്റം വരേണ്ടതുണ്ട്. അവർ ശരിക്കും അർഹിക്കുന്നത് മാത്രം നൽകുക. ഒരു നിശ്ചിത അകലം അവരുമായി പാലിക്കുക. ഓർക്കുക, എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല. ചിലർക്ക് നിങ്ങളുടെ നന്മയിൽ അവരുടെ ലാഭം മാത്രമാണ് കാണാൻ കഴിയുന്നത്. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളുടെ വാതിൽക്കൽ സ്വന്തം ആവശ്യം മാത്രം പറഞ്ഞു വരുമ്പോൾ ഒന്ന് നിർത്തുക, ചിന്തിക്കുക. നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ അപ്രത്യക്ഷനായ അതേ ആളാണോ ഇതെന്ന്? ഇനി സ്വാർത്ഥരായ ആളുകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വിഷം പോലെ പടരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: മുന്നിൽ മധുരം പറയുകയും ഉള്ളിൽ അസൂയ വെച്ച് പുലർത്തുകയും ചെയ്യുന്നവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന്. ഓരോ തവണയും നിങ്ങൾ ഒരാളുമായി ഒരു നല്ല കാര്യം പങ്കുവെക്കുമ്പോൾ അത് പുതിയൊരു ചിന്തയാകാം, ഒരു പ്രതീക്ഷയാകാം, അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുത്ത എന്തെങ്കിലുമാകാം. അപ്പോൾ തന്നെ മറ്റേയാൾ പറയും, ഓ അതൊക്കെ വിട്, ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, ലോകം വളരെ മോശമാണ്, നിനക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു നിമിഷം സ്വയമൊന്ന് ചോദിക്കുക: നിങ്ങൾ അങ്ങനെയുള്ള ഒരാളുടെ അഭിപ്രായത്തിൽ മുങ്ങിപ്പോകുകയാണോ? അതുപോലെ അവരുടെ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ആവേശത്തെയും ആത്മവിശ്വാസത്തെയും ഇല്ലാതാക്കുന്നുണ്ടോ എന്ന്? ചില ആളുകളുണ്ട്, അവർക്ക് സ്വന്തം ജീവിതത്തിലെ വെളിച്ചത്തെപ്പോലും പേടിയാണ്. എന്നാൽ മറ്റൊരാൾ ഒരു വിളക്ക് തെളിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഒരു കാറ്റുപോലെ വന്ന് അത് കെടുത്താൻ നോക്കും. ഇക്കൂട്ടർ എല്ലാ കാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിക്കുന്നവരാണ്. ഓരോ കാര്യത്തിലും പ്രശ്നങ്ങൾ മാത്രം കാണുന്നവരും എല്ലാ മനുഷ്യരിലും കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവരുമാണ്. നിങ്ങൾക്കറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം, സ്വപ്നങ്ങൾ, ആവേശം എന്നിവയെല്ലാം പതിയെ പതിയെ ഇല്ലാതാക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട്. ജീവിതത്തിൽ നെഗറ്റീവ് ചിന്തകൾ ഒരു വൈറസ് പോലെയാണ്. അതിനെ കാണാനോ അതിന് വലിയ ശബ്ദങ്ങളോ ഇല്ല. എന്നാൽ അതിന്റെ ഫലം അത്രയധികം ആഴത്തിലുള്ളതാണ്. ഒരു വ്യക്തി ഉള്ളിൽ നിന്ന് പൂർണ്ണമായും പൊള്ളയായി പോകാൻ അത് മതി. നെഗറ്റീവ് ആളുകൾ നിങ്ങളുടെ ചുറ്റും നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഒന്നും മാറാൻ പോകുന്നില്ലെന്ന് നിങ്ങളെക്കൊണ്ട് തോന്നിപ്പിക്കും. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ചതി. അവർ നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തി നിങ്ങളെ സ്വയം തോൽപ്പിക്കാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ ഒരാളോട് എനിക്കൊരു പുതിയ ബിസിനസ് തുടങ്ങണം എന്ന് പറയുമ്പോൾ അവർ ഉടൻ പറയും, വിപണി വളരെ മോശമാണ്, എല്ലാം തകർന്നു പോകും. അതുപോലെ നിങ്ങൾ എനിക്ക് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഈ പ്രായത്തിൽ ഇനി എന്തു പ്രയോജനം എന്നു പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. ഇനി നിങ്ങൾ എനിക്കൊരാളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാലോ ഇത്രയും നിഷ്കളങ്കത നല്ലതല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ നല്ല ചിന്തകളെപ്പോലും അവർ വിമർശിക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ ആളുകൾ നിങ്ങളുടെ ഓരോ ആഗ്രഹത്തെയും നിസ്സാരവൽക്കരിക്കുന്നത്. ഈ ആളുകൾ വെറുതെ വാക്കുകളിൽ നെഗറ്റീവ് ആവുകയല്ല, അവർ നിങ്ങളുടെ ചിന്താരീതിയെപ്പോലും നിയന്ത്രിക്കും. ഒരാൾ വീണ്ടും വീണ്ടും നിനക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ഒരു ദിവസം നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങും, അതെ, ഒരുപക്ഷെ എനിക്ക് ശരിക്കും കഴിയില്ലായിരിക്കുമെന്ന്. ഇതാണ് യഥാർത്ഥത്തിൽ മാനസിക അടിമത്തം. ഗൗതമ ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കത്തുന്ന ഒരു കൽക്കരി കയ്യിൽ വെക്കുമ്പോൾ ആദ്യം കൈക്കാണ് പൊള്ളലേൽക്കുന്നത്. അതുപോലെ നെഗറ്റീവ് ചിന്തകൾ ആദ്യം സ്വയം നശിപ്പിക്കുന്നു. ഇനി ഒന്നാലോചിച്ചു നോക്കൂ, ആ കൽക്കരി നിങ്ങൾ കയ്യിൽ എടുത്തില്ലെങ്കിൽ പോലും അതിനെ അടുത്തു വെച്ചാൽ പുക നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലേ? ഇതാണ് നെഗറ്റീവ് ആളുകളുടെ കൂടെയുള്ള ജീവിതത്തിന്റെ ഫലം. അവരുടെ നെഗറ്റിവിറ്റി നിങ്ങളെ നേരിട്ട് ബാധിച്ചില്ലെങ്കിൽ പോലും അതിന്റെ വിഷം നിങ്ങളുടെ ചുറ്റുപാടിൽ നിറയും. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും, അവരങ്ങനെ പറയുന്നതല്ലേ, ഞാൻ കേട്ടതായി നടിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ സത്യം മറ്റൊന്നാണ്. വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു കാര്യം, അത് കളവായാലും സത്യമായാലും ഒരു ദിവസം നിങ്ങളുടെ വിശ്വാസമായി മാറും. മനുഷ്യ മനസ്സ് വളരെ സെൻസിറ്റീവാണ്. മനഃശാസ്ത്രം പറയുന്നത് നമ്മുടെ തലച്ചോറ് വൈകാരികമായി തീവ്രമായ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്നാണ്. നെഗറ്റീവ് ചിന്തകൾ പലപ്പോഴും ആ ദിശയിലാണ് ശക്തമായി മുറിവേൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും കേൾക്കുന്ന നിരാശയും ആവർത്തിച്ചുള്ള ഭയവും പതിയെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ദുർബലപ്പെടുത്തും. ഇനി പ്രധാന ചോദ്യം ഇതാണ്: ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ഇതിനുള്ള ആദ്യത്തെ പടി അവരെ തിരിച്ചറിയുക എന്നതാണ്. നിങ്ങളെ എപ്പോഴും പുതിയ കാര്യങ്ങളിൽ നിന്ന് തടയുന്ന, നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, ഓരോ തവണയും നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കി ചിരിക്കുന്ന ആ മുഖങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. രണ്ടാമത്തെ പടി അകലം പാലിക്കുക എന്നതാണ്. ഇതിനർത്ഥം നിങ്ങൾ അവരുമായി വഴക്കിടുകയോ അവരെ വെറുക്കുകയോ ചെയ്യണമെന്നല്ല, മറിച്ച് അവരുടെ നെഗറ്റീവ് വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ അനുവദിക്കരുത്. അകലം ശരീരത്തിൽ നിന്നല്ല, ചിന്തകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പടി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ നിങ്ങളുടെ ചുറ്റും നിർത്തുക എന്നതാണ്. നിങ്ങളുടെ ചെറിയ ശ്രമങ്ങളെപ്പോലും അഭിനന്ദിക്കുകയും ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും
നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നവരെ കൂടെ നിർത്തുക. ഓർക്കുക, നെഗറ്റീവ് ചിന്താഗതിക്കാർ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തെ ഇല്ലാതാക്കുന്ന നിശബ്ദത പോലെയാണ്. ഒരാൾക്ക് സ്വന്തം ശബ്ദം കേൾക്കാൻ കഴിയാതെ വരുമ്പോൾ ആർക്കും അവനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നയിക്കാൻ കഴിയും. അങ്ങനെയുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുന്നത് സ്വാർത്ഥതയല്ല, അത് ആത്മരക്ഷയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും അഴുക്കിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ദിവസം അതിന്റെ ദുർഗന്ധം പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് സമയം പാഴാക്കാതെ ഉണർന്നു ചിന്തിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ മനസ്സിനെ ഉയർത്തുന്നവരാണോ അതോ തളർത്തുന്നവരാണോ എന്ന് മനസ്സിലാക്കുക. കാരണം എപ്പോഴും നെഗറ്റീവ് മാത്രം പറയുന്ന ഏതൊരാളും നിങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് നിങ്ങൾ മുന്നോട്ടു പോകുന്നത് കാണാൻ കഴിയില്ല, കാരണം അവരുടെ സ്വന്തം ജീവിതം നിശ്ചലമാണ്. നെഗറ്റീവ് ആളുകളുടെ കൂടെയുള്ള ജീവിതം എങ്ങനെയാണ് നിങ്ങളെ ഉള്ളിൽ നിന്ന് ഇല്ലാതാക്കുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിലും വലിയൊരു സത്യമറിയാൻ തയ്യാറാകൂ. മധുരം മാത്രം സംസാരിക്കുകയും ഉള്ളിൽ വിഷം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ചിലരുണ്ട്. അവരെക്കുറിച്ചാണത്. നിങ്ങൾ മറ്റൊരാളുടെ കുറ്റങ്ങൾ കേട്ട് ചിരിക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൽ എന്തോ തകർന്നിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ചില ആളുകളുണ്ട്, അവർക്ക് മറ്റുള്ളവരുടെ കുറവുകളിലും തെറ്റുകളിലുമാണ് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത്. ഒരാൾക്ക് തെറ്റുപറ്റിയാലും ഇല്ലെങ്കിലും അവരുടെ കണ്ണുകൾ എപ്പോഴും മറ്റുള്ളവരുടെ ന്യൂനതകളിൽ മാത്രമായിരിക്കും. ആരെങ്കിലും ജീവിതത്തിൽ മുന്നോട്ടു പോയാൽ അവരുടെ ഹൃദയം തളരും. ആരെങ്കിലും സന്തോഷിക്കുമ്പോൾ അവരുടെ അസ്വസ്ഥത വർദ്ധിക്കും. എന്നാൽ ആരെങ്കിലും വീഴുകയാണെങ്കിൽ അവരുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം വരും. അത് അവർക്ക് എന്തോ വലിയ സന്തോഷം ലഭിച്ചതുപോലെയായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ചില ആളുകളുടെ ഉള്ളിൽ എന്ത് വിഷമാണ് നിറഞ്ഞിരിക്കുന്നതെന്ന്. മറ്റുള്ളവരുടെ വേദനയാണ് അവർക്ക് ആശ്വാസം നൽകുന്നത്. അങ്ങനെയുള്ളവരുമായി കൂട്ടുകൂടുന്നത് ഒരു പതിയെ മരണം പോലെയാണ്. അവർ നിങ്ങളുടെ മുന്നിൽ പുഞ്ചിരിക്കും, പക്ഷേ പിന്നിൽ നിങ്ങളുടെ നല്ല കാര്യങ്ങളെപ്പോലും അപകീർത്തിപ്പെടുത്തും. ഒരാളും പെട്ടെന്ന് മോശമാകുന്നില്ല, എന്നാൽ മറ്റൊരാളുടെ കുറ്റങ്ങൾ കേൾക്കുന്നതിലും പറയുന്നതിലും സന്തോഷം കണ്ടെത്താൻ തുടങ്ങുമ്പോൾ അയാൾ പതിയെ സ്വയം നഷ്ടപ്പെടുത്താൻ തുടങ്ങുന്നു. നമുക്കൊരു ചെറിയ കഥ കേട്ടാലോ? ഒരു വീട്ടിൽ 2 സഹോദരിമാരുണ്ടായിരുന്നു. മൂത്ത സഹോദരി ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്യും. ഇളയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുകയും എല്ലാവരെയും സഹായിക്കുകയും ചെയ്യും. എന്നാൽ ഇളയ സഹോദരിക്ക് ഒരൊറ്റ ജോലിയേ ഉണ്ടായിരുന്നുള്ളൂ: ആളുകളെക്കുറിച്ച് കുറ്റം പറയുക. അവളുടെ വാക്കുകൾക്ക് മധുരമുണ്ടെന്ന് തോന്നി, പക്ഷേ ആ വാക്കുകളിൽ തീ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അയൽപ്പക്കത്ത് ആരുടെയെങ്കിലും ജോലി പോയാൽ അവൾ പറയും, കർമ്മഫലമാണ്. ആർക്കെങ്കിലും അസുഖം വന്നാൽ അവൾ പറയും, പുറമെ നല്ല ഭക്തനായി നടന്നതുകൊണ്ട് കാര്യമില്ല. എല്ലാവരുടെയും കുറ്റങ്ങൾ പറയുന്നതിൽ അവൾക്ക് സന്തോഷം തോന്നി. പതിയെ പതിയെ അയൽക്കാർ അവളിൽ നിന്നകന്നു. അവളുടെ പുഞ്ചിരിയെപ്പോലും ആളുകൾ സംശയത്തോടെ നോക്കാൻ തുടങ്ങി. ഒടുവിൽ അവൾ സ്വയം തിരഞ്ഞെടുത്ത ഒരു നിശബ്ദത അവളെ ചുറ്റിപ്പറ്റി നിന്നു. ഈ ശീലം, അതായത് മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുന്ന ശീലം, നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തെയാണ് ആദ്യം ഇല്ലാതാക്കുന്നത്. എപ്പോഴും മറ്റൊരാളുടെ കുറവുകൾ എണ്ണിപ്പറയുന്ന ഒരാൾ സ്വന്തം കഴിവുകളെ മറന്നുപോകുന്നു. മനഃശാസ്ത്രജ്ഞർ പറയുന്നത്, മറ്റുള്ളവരെ നിരന്തരം വിമർശിക്കുന്ന ആളുകൾക്ക് ഒന്നുകിൽ അപകർഷതാബോധമുണ്ടാകാം, അല്ലെങ്കിൽ അവർ സ്വന്തം വേദനകളിൽ നിന്ന് ഒളിച്ചോടുകയായിരിക്കാമെന്നാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുമ്പോൾ അവർക്ക് സ്വയം കുറച്ചുകൂടി മെച്ചപ്പെട്ടവരാണെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് നമ്മൾ വലുതാകുകയോ സന്തോഷമുള്ളവരാകുകയോ ഇല്ല. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നതുകൊണ്ട് ആരും ഉയരങ്ങളിലെത്തില്ലയെന്ന്. ഇത് തികച്ചും സത്യമാണ്. ഒരാളെക്കുറിച്ച് മോശം പറയുന്നതുകൊണ്ട് നമ്മൾ മെച്ചപ്പെടുകയുമില്ല, ലോകത്ത് ഒരു മാറ്റവും സംഭവിക്കുകയുമില്ല. മറിച്ച് നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തെ മങ്ങിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ചുറ്റും അങ്ങനെയുള്ള ആളുകളുണ്ടോ? എല്ലാ സംഭാഷണങ്ങളെയും മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്ക് തിരിക്കുന്നവർ, ആരുടെയെങ്കിലും പുരോഗതി കാണുമ്പോൾ അസൂയപ്പെടുന്നവർ, എപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞുനോക്കി സ്വന്തം ഉള്ളിലെ ശൂന്യത നികത്താൻ ശ്രമിക്കുന്നവർ. അങ്ങനെയുള്ളവരിൽ നിന്ന് അകന്നുമാറുന്നത് അഹങ്കാരമല്ല, അത് ആത്മരക്ഷയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ദിവസവും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേട്ട് ശീലിച്ചാൽ അറിയാതെ നിങ്ങൾക്കും അതുപോലെയാകാൻ തോന്നും. ആ നെഗറ്റീവ് ചിന്തകൾ പതിയെ നിങ്ങളുടെ ചിന്താഗതിയെയും തീരുമാനങ്ങളെയും സ്വാധീനിച്ച് ഒടുവിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയെ തന്നെ മാറ്റിമറിക്കും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഊർജവും ചിന്തകളും പ്രതീക്ഷകളും പതിയെ ഇല്ലാതാകും. ഇപ്പോൾ ചോദ്യം ആരാണ് നല്ലത്, ആരാണ് ചീത്ത എന്നതല്ല, മറിച്ച് നിങ്ങൾ ആരുടെ കൂടെയാണ് നടക്കാൻ തിരഞ്ഞെടുക്കുന്നത് എന്നതാണ്. കാരണം നിങ്ങൾ കൂടുതൽ സമയം ആരുടെ കൂടെയാണോ ചിലവഴിക്കുന്നത്, പതിയെ നിങ്ങൾ അവരെപ്പോലെയായി മാറും. അതുകൊണ്ട് ഇതുവരെ അങ്ങനെയുള്ളവരെ സുഹൃത്തുക്കളായി കണ്ട് സഹിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ണു തുറക്കേണ്ട സമയമാണ്. ജീവിതം വളരെ ചെറുതാണ്, അതിനെ കുറ്റങ്ങളുടെ ദുർഗന്ധത്തിൽ പാഴാക്കരുത്. സന്തോഷത്തോടെ ഇരിക്കുക, നല്ല ആളുകളോടൊപ്പം ജീവിക്കുക, നിങ്ങളുടെ ആത്മാവിന് സമാധാനം നൽകുന്ന ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങളും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ കൈയടിക്കുന്ന, സ്വന്തം ദുഃഖത്തിൽ ലോകത്തെ മുഴുവൻ കുറ്റപ്പെടുത്തുന്ന ആ ജനക്കൂട്ടത്തിന്റെ ഭാഗമായി മാറും.
ഞാൻ ആരുടെയും കുറ്റം പറയാറില്ല, അതുകൊണ്ട് ഈ കാര്യം എനിക്ക് ബാധകമല്ല എന്നിപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്. കാരണം നിങ്ങൾ കുറ്റം കേട്ട് മിണ്ടാതിരുന്നാൽ നിങ്ങളും ആ വിഷത്തിന്റെ ഭാഗമാകുകയാണ്. മൗനം കൊണ്ടും കുറ്റങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയും. ഓർക്കുക, ഒരാളുടെ മുഖത്ത് സന്തോഷം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അയാളുടെ സന്തോഷത്തിൽ തീയിടരുത്. കാരണം ഇന്ന് നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ചിരിക്കുന്നു, നാളെ ഇതേ ലോകം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആരും സംസാരിക്കാനുണ്ടാകില്ല. ഇനി ചിന്തിക്കൂ, അടുത്ത ലക്ഷണം എന്തായിരിക്കും? വാക്കുകളിൽ മധുരം പുരട്ടുകയും മനസ്സിൽ ദുരുദ്ദേശം വെക്കുകയും ചെയ്യുന്നവരെക്കുറിച്ചാണത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേദന തോന്നുന്നത് അവനെ ഒരിക്കലും ബഹുമാനിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളിൽ നിന്ന് ബഹുമാനം പ്രതീക്ഷിക്കുമ്പോഴാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മൾ പലപ്പോഴും നമ്മുടെ യാതൊരു വിലയുമില്ലാത്ത ആളുകളുടെ ചുറ്റും ഒതുങ്ങി ജീവിക്കാറുണ്ട്. ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് സ്വയം ലഭിക്കുന്ന ഒന്നാണ് മറ്റൊരാൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയുമ്പോൾ. എന്നാൽ ഒരാൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ സാന്നിധ്യത്തെ അവഗണിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വാക്കുകളെ മുറിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ നിലനിൽപ്പിനെ കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, അവിടെ നിങ്ങൾക്ക് ബഹുമാനമില്ല, നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുക മാത്രമാണ്. പലപ്പോഴും നമ്മൾ വർഷങ്ങളോളം ചില ആളുകളോടൊപ്പം ജീവിക്കുന്നത് ഒരു ദിവസം അവർ നമ്മളെയും നമ്മൾ അവരെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ്. അവരുടെ ഓരോ അപമാനത്തെയും നമ്മൾ തമാശയായി തള്ളിക്കളയും, ഓരോ കുറ്റപ്പെടുത്തലിനും ചിരിച്ചുകൊണ്ട് മറുപടി നൽകും, ഓരോ അവഗണനയും പക്വതയാണെന്ന് പറഞ്ഞ് സഹിക്കും. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരാൾ വീണ്ടും വീണ്ടും നിങ്ങളെ താഴ്ത്തിക്കെട്ടുകയും നിസ്സാരനാക്കുകയും നിങ്ങളുടെ വികാരങ്ങളെ കളിയാക്കുകയും ചെയ്യുമ്പോൾ അയാൾ നിങ്ങളുടെ സൗഹൃദം നിലനിർത്തുകയല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചവിട്ടിമെതിക്കുകയാണെന്ന്. ബഹുമാനം എന്നതിന് വെറുമൊരു ആദരവ് എന്നതിനപ്പുറം ആഴത്തിലുള്ള അർത്ഥമുണ്ട്. ബഹുമാനം എന്നാൽ നിങ്ങൾക്ക് ഭയമില്ലാതെ നിങ്ങളുടെ അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരിടമാണ്. നിങ്ങളുടെ മൗനം പോലും കേൾക്കപ്പെടുന്ന ഒരിടം, നിങ്ങളുടെ അസാന്നിധ്യം പോലും അനുഭവപ്പെടുന്ന ഒരിടം. എന്നാൽ ചില ആളുകളുണ്ട്, അവർക്ക് നിങ്ങളെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഓർക്കുന്നവർ. അവർ ആളുകളുടെ മുന്നിൽ വെച്ച് നിങ്ങളെ തമാശയാക്കുന്നു, നിങ്ങളുടെ സാന്നിധ്യത്തെ നിസ്സാരമായി കാണുന്നു. എന്നിട്ടും നിങ്ങൾ അവരെ സുഹൃത്തായി, ബന്ധുവായി അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരായി കണക്കാക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ തന്നെയാണ് വഞ്ചിക്കുന്നത്. ഇപ്പോൾ ചിന്തിക്കുക, ഒരാൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണമോ? ഒരുപക്ഷെ നാളെ അവർ മാറുമെന്ന് കരുതി നിങ്ങൾ ഇത് സഹിച്ചുകൊണ്ടിരിക്കണമോ? വേണ്ട. കാരണം ആത്മാഭിമാനത്തിനും ഒരു പരിധിയുണ്ട്. നിങ്ങളുടെ ആത്മാഭിമാനത്തെ മറ്റുള്ളവരുടെ അവഗണനയ്ക്ക് താഴെ നിങ്ങൾ അടിച്ചമർത്താൻ തുടങ്ങിയാൽ അവസാനം ബാക്കിയാവുന്നത് പശ്ചാത്താപം മാത്രമായിരിക്കും. പലരും പറയും, വിട്, ഇത്ര കാര്യമാക്കണ്ട, അതൊരു തമാശയല്ലേ എന്ന്. എന്നാൽ ഓരോ തമാശയും നിങ്ങളുടെ വിലയ്ക്കുമേലെയാണെങ്കിൽ, ഓരോ ചിരിയും നിങ്ങളുടെ ആത്മാഭിമാനത്തിന് മുകളിലാണെങ്കിൽ അത് തമാശയല്ല, പതിയെ നിങ്ങൾ തകർക്കുന്ന ഒരു പ്രക്രിയയാണ്. സമയം വൈകും മുമ്പ് നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ഉള്ളിലെ ശൂന്യത അനുഭവപ്പെടുന്ന ദിവസം വിദൂരമല്ല. കാരണം നിങ്ങളെ ഒരിക്കലും ബഹുമാനിക്കാത്ത ആളുകളുടെ ഇടയിലാണ് നിങ്ങൾ സ്വയം നിർത്താൻ ശ്രമിച്ചത്. ബഹുമാനം എന്നത് ഒരു സൂര്യപ്രകാശം പോലെയാണ്. അത് ഒരാൾക്ക് ഉള്ളിൽ നിന്ന് ഊഷ്മളത നൽകുന്നു. ഈ സൂര്യപ്രകാശം ഒരു ബന്ധത്തിലുമില്ലെങ്കിൽ ആ ബന്ധം എത്ര പഴയതാണെങ്കിലും അതിൽ തണുപ്പ് നിറയും, അവഗണനയുടെയും പുച്ഛത്തിന്റെയും തണുപ്പ്. നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ, നിങ്ങളെ ഒട്ടും ബഹുമാനിക്കാൻ മനസ്സില്ലാത്ത ആളുകൾക്കായി നിങ്ങൾ എന്തിനാണ് കാത്തുനിൽക്കുന്നത്? ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തുവരാൻ കഴിയാത്തത്ര ദുർബലനാണോ നിങ്ങൾ? അതോ നിങ്ങൾ അത്രയേറെ ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് അപമാനങ്ങളെപ്പോലും സ്നേഹമായി കണ്ടു തുടങ്ങിയതാണോ? ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആത്മാഭിമാനത്തിന് മുൻഗണന നൽകുക. നിങ്ങളെ വീണ്ടും വീണ്ടും താഴ്ത്തിക്കെട്ടുന്നവരിൽ നിന്നും, നിങ്ങളുടെ വികാരങ്ങളുമായി കളിക്കുന്നവരിൽ നിന്നും, നിങ്ങളുടെ നിലനിൽപ്പിന് പ്രാധാന്യം നൽകാത്തവരിൽ നിന്നും അകന്നു നിൽക്കുക. കാരണം ബഹുമാനമില്ലാത്ത ഒരിടത്ത് തുടരുന്നത് സ്വയം വഞ്ചിക്കുന്നതിന് തുല്യമാണ്. സ്വയം വഞ്ചിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. ചിലപ്പോൾ അകന്നുമാറുന്നത് ആത്മാഭിമാനം രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. നിങ്ങളെ ബഹുമാനിക്കാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾ അകന്നുമാറുമ്പോൾ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാനും മുന്നോട്ടു പോകാനും കഴിയുന്ന ഒരു ഊർജം ലഭിക്കും. കാരണം നിങ്ങളെ ഒരിക്കലും ബഹുമാനിക്കാത്തവർ നിങ്ങളുടെ സമയത്തിനും വികാരങ്ങൾക്കും നന്മയ്ക്കും യോഗ്യരല്ല. നമ്മുടെ എല്ലാം ജീവിതങ്ങൾ വ്യത്യസ്തമാണെങ്കിലും എല്ലാവർക്കും തുല്യമായ സമയം ലഭിക്കുന്നുണ്ട്. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. നമ്മളിൽ ചിലർ തങ്ങളുടെ സമയം ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി വിനിയോഗിക്കുമ്പോൾ മറ്റു ചിലർ ഒന്നും നൽകാത്ത, ഒന്നും പഠിപ്പിക്കാത്ത, സമയം കളയുക മാത്രം ചെയ്യുന്ന ആളുകളോടൊപ്പം അത് പാഴാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലതരം ആളുകളുണ്ട്. ചിലർ നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കി നമ്മളെ പിന്തുണയ്ക്കുന്നു. എന്നാൽ ചിലർ നമ്മുടെ സന്തോഷത്തിൽ അസൂയപ്പെടുന്നവരാണ്. ഇവർക്ക് നമ്മുടെ വിജയമോ പുഞ്ചിരിയോ സന്തോഷമോ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ അസൂയയും വെറുപ്പും നമ്മുടെ ചുറ്റുപാടിനെ തന്നെ ഇല്ലാതാക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടോ?
നിങ്ങൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ ചിലർ പെട്ടെന്ന് നിശബ്ദരാകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം കുറയ്ക്കുന്ന എന്തെങ്കിലും പറയുന്നത്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലർ നമ്മുടെ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറും. ഇവിടെ ചോദ്യം അവർ എന്തിന് അസൂയപ്പെടുന്നു എന്നതല്ല, മറിച്ച് നമ്മൾ എത്ര സമയം എന്തിനാണ് അവരോടൊപ്പം ചിലവഴിക്കുന്നത് എന്നതാണ്. ഈ ആളുകൾ നമ്മുടെ സന്തോഷം മനസ്സിലാക്കുമെന്ന് നമ്മൾ കരുതുന്നു, പക്ഷേ സത്യത്തിൽ അവർക്ക് നമ്മളെ ദുഃഖിതരായി കാണാനാണ് താൽപര്യം. നമ്മൾ സന്തോഷിക്കുമ്പോൾ അവരുടെ അസന്തുഷ്ടിയെ നമ്മുടെ സന്തോഷത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അതിനെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന് ഇടമില്ലാത്തതുകൊണ്ടാവാം. അവർ ആഗ്രഹിക്കുന്നത് നമ്മളും അവർ കഴിയുന്ന അതേ ഇരുട്ടിൽ കഴിയണമെന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക കാര്യത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു വലിയ നേട്ടം കൈവരിച്ചു, അല്ലെങ്കിൽ ഒരു പ്രയാസമേറിയ ലക്ഷ്യം പൂർത്തിയാക്കി. എന്നിട്ട് നിങ്ങൾ ആ സന്തോഷം നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പങ്കുവെക്കുന്നു. അപ്പോൾ എന്തു മറുപടിയാണ് ലഭിക്കുന്നത്? ചിലർ പറയും ഇതൊന്നും വലിയ കാര്യമല്ലെന്ന്. ചിലർ പറയും നീ ഒന്നും ചെയ്തിട്ടില്ല, ഭാഗ്യം തുണച്ചതാണെന്ന്. ചിലരാകട്ടെ ഉള്ളിൽ അസൂയ കത്തുന്നതുപോലെ നിശബ്ദരാകും. നിങ്ങൾ ഇത് എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം നൽകുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. മറിച്ച് ഇത് നമ്മളെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നു. കാരണം നമ്മുടെ വിജയത്തെ അംഗീകരിക്കുന്നതിനു പകരം അതിനെ നിഷേധിക്കാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് നമ്മൾ ചുറ്റും കാണുന്നത്. ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. ചിലപ്പോൾ ഇവർ നമ്മുടെ സന്തോഷത്തെ നേരിട്ട് നിസ്സാരവൽക്കരിക്കും. നമ്മുടെ വിജയത്തെ ആഘോഷിക്കുന്നത് അവർക്ക് ഒരു വിഷയമേ അല്ലാത്തതുപോലെയാണ്. ഇവരുടെ കണ്ണുകളിൽ അസൂയയും വെറുപ്പും വ്യക്തമായി കാണാം. അവർ ഒരിക്കലും സന്തോഷിക്കുന്നില്ല, കാരണം അവരുടെ മുഴുവൻ ശ്രദ്ധയും നമ്മുടെ സന്തോഷം കുറയ്ക്കുന്നതിലാണ്. അവരുടെ ലോകത്ത് നമ്മൾ സന്തോഷത്തിലാണെങ്കിൽ അതിന്റെ അർത്ഥം അവർ വലിയ വേദനയിലാണെന്നാണ്. കാരണം നമ്മുടെ സന്തോഷം അവർക്ക് ഒരു ഭീഷണിയാണെന്ന് അവർ കരുതുന്നു. എന്നാൽ ഈ ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അവർ നമ്മളെ സ്വയം അവരുടെ അസന്തുഷ്ടിയുമായി ബന്ധിപ്പിക്കുന്നു. നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ സന്തോഷം അത്ര വലിയ കാര്യമല്ലെന്നും നമ്മുടെ വിജയത്തിന് അർത്ഥമില്ലെന്നും നമ്മളെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു. ഈ വെറുപ്പിന്റെയും അസൂയയുടെയും കെണിയിൽ അകപ്പെട്ട് നമ്മൾ നമ്മുടെ സന്തോഷത്തെ തന്നെ ദുർബലമാക്കുന്നു. നിനക്ക് സന്തോഷമായിരിക്കാം, പക്ഷെ നിനക്ക് യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അറിയില്ല എന്ന് ആരെങ്കിലും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സന്തോഷത്തെ ആരെങ്കിലും നിസ്സാരവൽക്കരിച്ച് അത് അവർക്ക് സ്വന്തമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളാൽ നിങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം അത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ്. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മാത്രം അവകാശമാണ്. അത് ഇല്ലാതാക്കാൻ ആരെയും അനുവദിക്കരുത്. നിങ്ങൾ അവരുടെ വെറുപ്പിനും അസൂയയ്ക്കും നിങ്ങളുടെ ഉള്ളിൽ ഇടം നൽകുകയാണെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നുപോകും. ഈ സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ആളുകൾക്ക് നിങ്ങളെക്കാൾ മികച്ചവരാകാൻ കഴിയാത്തതുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് അസൂയ തോന്നുന്നത്. കാരണം അവരുടെ സ്വന്തം പരാജയങ്ങളാണ് നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളുടെ സന്തോഷത്തിൽ മറ്റൊരാളുടെ വെറുപ്പിനെ ഉൾപ്പെടുത്താതിരിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ആ അസൂയയിൽ നിന്നും വെറുപ്പിൽ നിന്നും അകന്നു നിൽക്കും. എന്നാൽ ഇത് എല്ലായ്പ്പോഴും സാധ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ സന്തോഷത്തിൽ അസൂയപ്പെടുന്ന ആളുകളിൽ നിന്ന് നമുക്ക് എല്ലായ്പ്പോഴും ഒഴിഞ്ഞുമാറാൻ കഴിയുമോ? ഇല്ല, അത് എല്ലായ്പ്പോഴും സാധ്യമല്ല. ചില ആളുകൾ നമുക്ക് വളരെ അടുത്തായിരിക്കും, അവരെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അവർ നമ്മുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ളവരോ ആകാം. ഈ ആളുകളിൽ നിന്ന് നമ്മുടെ സന്തോഷത്തെ രക്ഷിക്കുക മാത്രമല്ല, അവരുടെ വെറുപ്പും അസൂയയും നെഗറ്റിവിറ്റിയും നമ്മുടെ സന്തോഷത്തിന്റെ വഴിയിൽ വരില്ലെന്ന് അവരെ മനസ്സിലാക്കുകയും വേണം. ഇപ്പോൾ ഒരു ചോദ്യം ഉയരുന്നു, നമ്മൾ ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കണോ? അതെ, തീർച്ചയായും നമ്മൾ അവരിൽ നിന്ന് അകന്നു നിൽക്കണം. കാരണം നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ സന്തോഷത്തിൽ മാത്രം അസൂയപ്പെടുന്ന ആളുകളെ നിങ്ങൾ നിർത്തുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ഊർജവും പ്രതീക്ഷകളും പ്രചോദനവും മോഷ്ടിക്കും. അവർ നിങ്ങളെക്കുറിച്ച് മോശമായി ചിന്തിപ്പിക്കും, നിങ്ങളുടെ വിജയത്തിന് ഒരു വിലയും കൽപ്പിക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. അവരുടെ അസന്തുഷ്ടിയെ നമ്മുടെ സന്തോഷവുമായി ബന്ധപ്പെടുത്തി നമ്മളുടെ സന്തോഷം ഇല്ലാതാക്കാം. നമ്മൾക്ക് നമ്മുടെ സന്തോഷത്തിന് അവകാശമുണ്ട്. അത് മറ്റാരുടെയും കാരണം കൊണ്ട് കുറയ്ക്കാൻ അനുവദിക്കരുത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിങ്ങളുടെ സന്തോഷത്തെ സംരക്ഷിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു പ്രശ്നവും നേരിടേണ്ടി വരില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, നിങ്ങൾ സന്തോഷത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ അസൂയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ സന്തോഷത്തിൽ കുറവുണ്ടെന്നല്ല. അതിനർത്ഥം നിങ്ങളുടെ വിജയം, നിങ്ങളുടെ പുഞ്ചിരി, നിങ്ങളുടെ പോസിറ്റിവിറ്റി എന്നിവ സ്വന്തം നെഗറ്റിവിറ്റിയിലും അസൂയയിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്നതാണ്. അങ്ങനെയുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുക, നിങ്ങളുടെ സന്തോഷത്തെ സംരക്ഷിക്കുക. ഇതാണ് യഥാർത്ഥ ജീവിത സത്യം. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സ്വയം ഈ വെറുപ്പിൽ നിന്നും അസൂയയിൽ നിന്നും അകറ്റി നിർത്തുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നതാണ്. ഇതാണ് ഏറ്റവും വലിയ കാൽവെപ്പ്.
നിങ്ങളുടെ സന്തോഷത്തിന് മറ്റൊരാൾക്കും അവകാശമില്ല, അത് നിങ്ങളുടെ അവകാശമാണ്. അപ്പോൾ പിന്നെ എന്തിനിത് പൂർണ്ണമായി സ്വീകരിച്ചുകൂടാ? നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും സന്തോഷത്തെയും കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ? നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഇത്തരം പ്രചോദനാത്മകമായ ചിന്തകളും സ്വയം മെച്ചപ്പെടുത്താനുള്ള വഴികളും ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ചിന്തകളും കഥകളും ജീവിത പാഠങ്ങളും നൽകും. അതുവഴി നിങ്ങൾക്ക് എല്ലായ്പ്പോഴും മുന്നോട്ടു പോകാനും നിങ്ങളുടെ വിജയത്തിന്റെ വഴിയിൽ ഒരു അസൂയയും നെഗറ്റിവിറ്റിയും കടന്നുവരാതിരിക്കാനും സഹായിക്കും. ഓർക്കുക, ജീവിക്കാൻ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. ആരുടെയും അസൂയ നമ്മുടെ വഴിയിൽ വരാൻ അനുവദിക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് പങ്കുവയ്ക്കുക. ഈ ചാനലുമായി ബന്ധം പുലർത്തുക. കാരണം ഇവിടെ ഞങ്ങൾ പ്രചോദനം മാത്രമല്ല, ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്ന ആശയങ്ങളും പങ്കുവയ്ക്കുന്നു. നിങ്ങളുടെ സന്തോഷത്തിന്റെ വഴിയിൽ ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.